ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ലാപ്പും അതുപോലെ തന്നെ ഒരു ഐഫോണും വാങ്ങണം എന്നുള്ളത്. എന്നെ സൂപ്പർ ഏറ്റവും വലിയ മാർഗ്ഗം. അപ്പം നമ്മൾ കപ്പയും എന്തെങ്കിലും അറിയുന്നു. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഓക്കെ, അപ്പൊ എന്റെ ലിറ്റിൽ വേൾഡിലുള്ള ആൾക്കാരാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പപ്പ, അതെന്റെ അമ്മ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 27. അപ്പൊ അമ്മയ്ക്കും പപ്പയ്ക്കും സർപ്രൈസ് ഒന്നും തരാൻ വെച്ച് അറിയില്ല, പക്ഷെ എഫേർട്ട് മാറ്റേഴ്സ് എന്നാണല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പപ്പയമ്മയും പറഞ്ഞു നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു കേക്ക് മുറിക്കാന്ന്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അതുപോലെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന് എനിക്ക് എന്തൊക്കെയോ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അത് എല്ലാ ഇയറും അവൻ പരിചയപ്പെട്ടപ്പോ തൊട്ട് ചെയ്യുന്നതാണ്. അപ്പോ ആ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്കിന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, എന്റെ പപ്പയാ വണ്ടി ഓടിക്കുന്നേ. എന്റെ അമ്മയും വണ്ടി ഓടിക്കുക, എന്റെ പപ്പയും വണ്ടി ഓടിക്കും. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. അധികം പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോ കുറെ ഒന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഓടിച്ചിട്ടുള്ളൂ. പപ്പേ അമ്മേ, ഞാൻ ജനിച്ച നിങ്ങളുടെ കയ്യില് കുഞ്ഞു ഭാവയായിട്ടിരുന്നിട്ട് ഇപ്പതേ 21 വയസ്സാവാൻ പോവാ. എന്താ പറയാനുള്ളേ? എനിക്ക് എൻ്റെ മോളെ പറ്റി പറയാനുള്ളത് മെയിൻ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് അവളുടെ പെയിൻ വന്നിട്ട് ആ കൊണ്ടുപോയ ഓർമ്മയാണ് വരുന്നത്. വണ്ടിയിൽ വിളിച്ച് കൊണ്ടുപോയ ഓർമ്മയും ആ ടെൻഷനും രാത്രി ഓപ്പറേഷൻ വേണ്ടി വരുന്നു പറഞ്ഞു. അത് ചെയ്ത് കൈ കിട്ടിയ നിമിഷം മുതൽ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ 5-6 മാസം കുഴപ്പമുണ്ടായി, നല്ല ഉണ്ണിയായി കിട്ടി. അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് ഞങ്ങൾ ഓട്ടമായിരുന്നു. എന്നും അസുഖമായിരുന്നു. അവൾക്ക് അലർജി അസുഖം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ തന്നെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ അവള് ഫസ്റ്റ് 1 വയസ്സ് തൊട്ട് തന്നെ അവള് വേണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഒരു മെമ്മറി ഉണ്ടായ കൊച്ചായിരുന്നു. ഇന്നിപ്പോ വലുതായി അറിഞ്ഞില്ല. ഇപ്പൊ 21 വയസ്സ് പൂർത്തിയാവാൻ പോവാണ്. സങ്കടം വരുന്നുണ്ടപ്പാ. അപ്പൊ അങ്ങനെ പോണു. ഞങ്ങളുടെ കയ്യിലുണ്ണിയാണ്. ഇനി അമ്മ പറഞ്ഞു, മോള് ജനിച്ചിട്ട് ഇപ്പൊ അവൾക്ക് 21 വയസ്സ് പൂർത്തിയാവുകയാണ്. നാളെ കഴിഞ്ഞ് സെപ്റ്റംബർ 27 അവളുടെ ബർത്ത്ഡേ. പക്ഷെ നാളുകളൊന്നും കടന്നു പോയതൊന്നും അറിഞ്ഞില്ല. ഞാനിന്ന് വീട്ടിലിരിക്കുമ്പോൾ അവളെ മടിയില് കുഞ്ഞു വാവന്മാരെ കിടത്തി താരാട്ട് പാടുന്ന കൂട്ട് കയ്യിലിട്ടിട്ട് താലോലിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങളിപ്പോ പുറത്തേക്ക് വന്നേക്കാണ്. അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം. അതിനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പൊ അതാ അവര് കേക്ക് മേടിക്കാൻ ഇറങ്ങാൻ പോവാണ്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഗിഫ്റ്റ് വേണം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്ന ഒരാളല്ല. ചിലപ്പോ ഒരു ചെറിയൊരു മിഠായി ആയിരിക്കാം, ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം മതി, ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അപ്പൊ അവരുടെ ആ ഒരു എഫേർട്ട് എനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാ. അപ്പൊ പോയി കേക്ക് മേടിച്ചിട്ട് വരട്ടെ കേട്ടോ. രണ്ടുപേരും കൂടെ കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കങ്ങനെ മധുരത്തിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും ചെറിയ കേക്ക് മതി എന്നാണ് പറഞ്ഞിരിക്കണേ. എനിക്കങ്ങനെ 20 പുളി അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ വെച്ചോ. ഇതെന്താ പപ്പ അത്? ഇതിനകത്തിട്ടോ താങ്ക് യു. മിഠായി വന്നപ്പോ തന്നെ അകത്താക്കിയിരിക്കുന്നു. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അത് എല്ലാം കൂടെ തട്ടിപ്പൊളിക്കുന്നുണ്ട്. ബില്ലൊക്കെ ഉണ്ട് ഗൈസ് ഇതിനകത്ത്. ഓ ഗോഡ്, സച്ച് എ ഹ്യൂജ് എമൗണ്ട്. ഇവരിത് എന്താ മേടിച്ചേക്കണേ? ഞാൻ 1/2 കിലോന്റെ കേക്ക് മേടിക്കാൻ പറഞ്ഞാട്ടാ. വലിയ എമൗണ്ട് ആണ്. എന്താണ് മേടിച്ചിരിക്കണേന്നുള്ളത് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോ കാണിക്കാം. അമ്മ യോഗയ്ക്ക് പോയിട്ട് ആൻസൈറ്റിയുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മ ഫുൾ ടൈം ആൻസൈറ്റിയുടെ ക്ലാസ് എടുത്തോണ്ടിരിക്കട്ടെ. ബാക്കിയുള്ളവർക്ക് എന്താ മഴക്കാറുണ്ട് കേട്ടോ ഗൈസ്. ഇത് പക്ഷെ ഇതിനകത്ത് ലൈറ്റ് കാണുമ്പോ ആദ്യം കണ്ടാ നല്ല മഴക്കാറുണ്ട്. പക്ഷെ സാരല്ല, നമുക്ക് നോക്കാം. മഴയത്ത് കേക്ക് മുറിക്കാം. അമ്മ പറഞ്ഞ് ആൻസൈറ്റിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു തന്നിരിക്കുന്നത്? ആൻസൈറ്റി അന്ന് മാഡം പറഞ്ഞത് ക്യാമറയ്ക്ക് ഔട്ട് ഓഫ് ഫോക്കസ് നോക്കും. ക്യാമറയിലേക്ക് നോക്കിട്ട് പറയാം. സോറി, ഇനി പറയാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല. പറഞ്ഞോ, അത് ഞാൻ എടുത്തോളാം. പറയേ. മാഡം അന്ന് പറഞ്ഞത് ആൻസൈറ്റി ഉള്ളവര് എന്താ ചെയ്യണ്ടേ, ആൻസൈറ്റി കൂടാതിരിക്കാനായിട്ട് ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. പിന്നെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കണം. അതായത് അവര് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തില് നമുക്ക് വിഷമം തോന്നിയെങ്കിൽ അവർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നമ്മൾ ചിന്തിക്കണം. അത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആൻസൈറ്റി കൺട്രോൾ ചെയ്ത് നിർത്താം. ഇത് അമ്മ ഇപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കും തന്ന്, എന്നോടും പറഞ്ഞു, ഇപ്പൊ പപ്പോടും പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു. എന്റെ അമ്മയോടും പറഞ്ഞു കൊടുത്തു.
അതെ, എനിക്ക് മൂത്തതായിട്ട് ഒരു ചേച്ചി ഉണ്ട്. പപ്പ ചേച്ചീനെ മറ്റു ബസ്സിൽ കൊണ്ടുപോകുമ്പോ ഹണിച്ചിച്ച് എന്താ ഇപ്പൊ കണ്ടക്ടറെ നോക്കി കാണിക്കാറ്, കണ്ണടച്ച് കാണിക്ക. പപ്പ പഠിപ്പിച്ചു കൊടുത്ത സൈറ്റ് അടിക്കാൻ എന്തിട്ടാ അമ്മ ഉണ്ടാവാറ് ശരിക്കും? കൊണ്ട് ഞങ്ങള് പട്ടിക്കാട് ഭാഗത്തേക്ക് പോവാ. നോക്കിയപ്പോണ്ട് കണ്ടക്ടർ വന്ന് കാശ് വാങ്ങാനായിട്ട് വന്നപ്പോ മൂത്ത മോളുടെ മുഖത്ത് എന്തോ ഒരു ഭാവം ഇങ്ങനെ കണ്ണിങ്ങനെ കഷ്ടപ്പെട്ട് അടച്ചൊരു സൈറ്റ് അടിച്ച് ഇങ്ങനെ വരികയാണ്. നോക്കിയപ്പോണ്ട് കണ്ടക്ടർ നോക്കി സൈറ്റ് അടിക്കുകയാണ്. അത് പപ്പ പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. ചേച്ചി കുറച്ചുകൂടെ കുഞ്ഞിലെ കുറുമ്പിയായിരുന്നല്ലോ അമ്മേ. അവള് ഭയങ്കര കുറുമ്പിയായിരുന്നു. ഞാൻ എന്നാ ഭയങ്കര സൈലന്റും അല്ലേ? ഞാൻ ഇപ്പളാ കുറുമ്പിയായത്. അതെ, അങ്ങനെ ഞാനാണ് ഇപ്പഴെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് നിൽക്കും അമ്മേനെ. നമ്മൾ ചിമ്മിനി ഡാമിന്റെ റൂട്ടിൽ പോയിട്ട് കേക്ക് മുറിക്കാന്ന് വിചാരിച്ചിരുന്നേ. പക്ഷെ സമയം നല്ല ഡിലേ ആയി, ഇരുട്ടാവാറായി. അതുകൊണ്ട് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കച്ചേരിക്കടവ് പാലാണിത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് കേക്ക് മുറിക്കാന്നിട്ട് വിചാരിക്കണേ. ചുറ്റിനും ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു തുടക്കത്തിലെ വ്ളോഗറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ മടിയുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മയ്ക്ക് ഈ നൈഫ് ഇതിനകത്ത് ഉണ്ടാവും, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് അവർക്കൊക്കെ കേക്ക് കൊടുക്കും. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ പേജിൽ കിടക്കുന്നുണ്ട്. നമ്മളൊരു ഡാൻസ് ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്ര ആൾക്കാരുണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല, പക്ഷെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ ഒരു പരിക്കോ നാണോ ഒക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ കേക്ക്. ഇവർ വലിയ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നേക്കണം. ഞാൻ ഇവരുടെ അടുത്ത് 1/2 കിലോൻ്റെ കേക്ക് മതി എന്ന് പറഞ്ഞ് വിട്ടതാണ്. എനിക്ക് മധുരം അത്ര ഇഷ്ടമല്ല കേക്ക്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് തുടങ്ങിയിട്ടാ. ഹാപ്പി ബർത്ത്ഡേ ഹെലൻ മരിയ എന്നിട്ട് എഴുതിയേക്കണേ. ഭയങ്കര ഫോർമലായിട്ട് എഴുതിയേക്കണേ. ഇതെന്ത് കേക്കാമ്മ അറിയോ? പേരെന്താന്നറിയോ? നട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കാണോ ആദ്യം തിരിയത്? ഇവർക്കാണ് കൊടുക്കണ്ടേ? ഇവർക്കാണ് കൊടുക്കും. കാരണം ഇവർ രണ്ടുപേരും അല്ല, ഇവർ രണ്ടുപേരും കാരണമല്ലോ ഞാൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എനിക്ക് കൊടുക്കട്ടെ. ഉറക്കിനെ വർത്താനം പറയില്ല, കേക്കില്ല. പപ്പയുടെ വിഷയമൊക്കെ കേട്ടില്ലേ? പപ്പേനെ അങ്ങനെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് അമ്മ കേക്കും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ ഇനി നമ്മുടെ നെക്സ്റ്റ് ഉദ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കേക്ക് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ ടവലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ആ ഒരു പേപ്പറിൽ തുടച്ച് കഷ്ടപ്പെടുന്നതാണ് കാണുന്നത്. അതെ, മോള് കേക്ക് മുറിച്ചതിന് ശേഷം ഇവിടെ കുറച്ച് പേര് ഇവിടെ പുഴയൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവൾ ആ കേക്ക് കൊടുക്കാൻ പോവാണ് കേട്ടോ. സീരിയസ്ലി നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. കേക്ക് അധികം ഇഷ്ടമില്ലാത്ത എനിക്ക് പോലും വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ നമ്മളെപ്പോഴും നവ്യെന്ന് തന്നെയാണ് ഒട്ടുമിക്ക സമയത്തും കേക്ക് മേടിക്കാറ് കേട്ടോ. ഞങ്ങളുടെ കല്ലൂര്. പഠിച്ച് പ്രൊഫസറിൽ പഠിച്ചുകൊണ്ട് ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല. ഓക്കെ. നിങ്ങളൊന്ന് കാണുമെന്ന് ഓർത്തതല്ല. ഇല്ല എൻ്റെ വീട് തൊട്ടപ്പത്തല്ല. ടോപ്പാണ്. പത്രത്തിലൊന്നും കുറവില്ല. 3 പേരും വേലപ്പാടത്താണോ പഠിക്കുന്നത്? ചാനലിൽ വരുന്ന ഹെലൻസ് ലിറ്റിൽ വേൾഡ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം. ഹെലൻസ് ലിറ്റിൽ വേൾഡ്. ഓക്കെ, നോക്കണേ. ബൈ.
താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ എൻ്റെ സർപ്രൈസ് ഇതാണ്. എൻ്റെ മനസ്സ് നിറഞ്ഞു. എന്നെ കാണാൻ എൻ്റെ കൂട്ടുകാരൻ എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വരും. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ? അന്ന് എനിക്കുണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ. മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അജയ് ദിനേശ്. എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഇവൻ കേക്കായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനമായിട്ട് വരും. ഇന്നിപ്പോൾ കോളേജിൽ നിന്ന് ഓടിപ്പടച്ച് വന്നേക്കുക. ഇന്നല്ലാട്ടോ എൻ്റെ ബർത്ത്ഡേ, പക്ഷേ ബർത്ത്ഡേ ദിവസം അവൻ എത്താൻ പറ്റാത്തതുകൊണ്ട് അവൻ നേരത്തെ വരുന്നത്. ഞങ്ങൾ ഇന്ന് എവിടെയും ഭക്ഷണം കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. അപ്പം എന്നെ അപ്പോൾ സമാധാനം ഇല്ലാത്ത എൻ്റെ റീസൺ കോഴി പപ്പയെ കോഴിക്കൂട് അടയ്ക്കേണ്ട വന്നു. അപ്പം കോഴി എന്ന് പറഞ്ഞാൽ പിള്ളേരെ പോലെയാ. അപ്പം അപ്പൊക്കെ അതിൻ്റെ വിഷമം കോഴീനെ ആരിലും കൊണ്ടുവന്ന്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഇത് ചപ്പാത്തി, ഇതെന്തെന്നാ, ഇത് ഇവരുടെ ബീഫ് കറി, ഇത് അമ്മയുടെ ചപ്പാത്തി. എനിക്ക് പിന്നെ കപ്പയും ബീഫാട്ടാ. പപ്പ ഓംലേറ്റാ പറഞ്ഞിരിക്കണേ. പപ്പ മറ്റേ ഓംലേറ്റാ പറഞ്ഞിരിക്കണേ. പപ്പയ്ക്ക് എന്തിനാ വേണ്ടേ? എൻ്റെ ചെലവാ ചില്ലി ചിക്കൻ ഫ്രൈ. ആന്നത് പറയട്ടെ. ഒരു ചിക്കൻ 60. എൻ്റെ ഗ്ലാസ് വെച്ചിട്ട് അവൻ അവിടെ ഷോ ഇറക്കിക്കൊണ്ടിരിക്കും. ഷോ വെറു ഷോ. ഡേ സ്നേഹപ്രകടന പ്രിൻസസ് ട്രീറ്റ്മെൻറ്റാ. പപ്പ ഒരു വായ തന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു വായ തരിക. അവരുടെ കയ്യിൽ നിന്നൊരു വായ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയല്ലേ. എവിടെ ചെന്നാലും കപ്പയും പൊട്ടി അല്ലെങ്കിൽ കപ്പയും ബീഫുമാണ് വാങ്ങി കഴിക്കുന്നത്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇമോഷനാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഏറ്റവും ക്രേവ് ചെയ്തേക്കുന്ന സാധനം ഇതാണ്. ഇവൾക്ക് എവിടെ ചെന്നാലും കപ്പയുണ്ട്, എവിടെ പോയാലും കപ്പയുണ്ട് ഏറ്റവും ഇഷ്ടം. ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ട് 5 വർഷമായി. അതിനിടയ്ക്ക് എപ്പോഴും ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഫസ്റ്റ് കപ്പ ചോദിക്കും. എൻ്റെ വീട്ടിൽ അതെ, എൻ്റെ പപ്പ എനിക്ക് വേണ്ടി കപ്പത്തോട്ടം തന്നെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. കപ്പ തന്നാൽ എന്നെ സോപ്പിടാൻ ഏറ്റവും വലിയ മാർഗം എന്താ? കപ്പ തന്നാൽ മതി. കപ്പയും എന്തെങ്കിലും കറിയും. കപ്പേനാളെന്റെ മക്കളെ ഒരു രക്ഷയില്ല. വീട്ടിലേക്ക് കപ്പ ചെയ്യുന്നിട്ട് വേനൽക്കാലത്ത് വെള്ളം ഡൈറ്റ് അതിനെ വെള്ളം കോരുന്ന എനിക്ക് അവൾക്ക് കിട്ടിയത്. ഇപ്പൊ മനസ്സിലായി, ഞാൻ ലോ മെയിൻ്റെനൻസ് ആണ്. പപ്പ എന്നെ കപ്പ തന്നിട്ടാണ് പിണക്കങ്ങളൊക്കെ മാറ്റണേ. അമ്മ അതെ സ്ട്രെയിറ്റ് അല്ല, ബൊട്ടോക്സ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അങ്ങ് സന്തോഷായി ബൊട്ടോക്സ് ചെയ്തിട്ട് ഭംഗിയാന്ന് പറഞ്ഞപ്പോ. എന്നാന്ന് കുറച്ച് മതിയേ. കഴിക്കൂ റിവ്യൂ പറയാൻ കംപ്ലീറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ കട ഞാൻ ഇറക്കിയിട്ട് സജസ്റ്റ് ചെയ്യും. പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിട്ടാ. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ലാപ്പും അതുപോലെ തന്നെ ഒരു ഐഫോണും വാങ്ങണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യൂട്യൂബിൽ വ്ളോഗൊക്കെ തുടങ്ങി. അപ്പോൾ പണ്ട് തൊട്ട് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ആൾക്കാർ പറയാറുണ്ട് ഹെലനെ വീഡിയോൻ്റെ ക്വാളിറ്റി കൂട്ടുന്നു. അപ്പോൾ എനിക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സ്വന്തമായിട്ടൊരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്കത് വാങ്ങാൻ പറ്റിയേക്കാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയും കൂടെ അടുത്ത് വരിക. അപ്പോൾ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇനിയുള്ള എൻ്റെ ലൈഫിലേക്ക് ലാപ്ടോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ നമ്മളൊരു വീഡിയോ ക്രിയേറ്റർ ആണല്ലോ. സോ നമുക്ക് എന്തായാലും നല്ലൊരു ഫോണും വേണം. അതിലിപ്പോൾ ഐഫോൺ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ക്യാമറ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തത് മാത്രം. അപ്പം ഇനി നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടത് 2020 +1+2 സയൻസ് ബാച്ച്. അപ്പോൾ അതിനുശേഷം എല്ലാ പിറന്നാളിനും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ഇപ്പോഴും കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിഫ്റ്റ് അൺബോക്സിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആവശ്യമില്ല സാധനം. അതെ, ഹായ് ഹെയർ ഡ്രയർ ഇവ മേടിച്ചേക്കണം. എൻ്റെ ഹെയർ ഡ്രയർ ഉണ്ട്. ഞാൻ ഒരാഴ്ച മുന്നേ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു അവളുടെ അടുത്ത് ഇല്ല എന്ന്.
പിന്നെയാണ് അമ്മ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചത് ഹെയർ സ്ട്രൈറ്റ്നർ ആണെന്നാണ് അമ്മ കേട്ടത്, പക്ഷെ ഹെയർ ഡ്രയർ ആയിരുന്നു. അവിടെ 2 എണ്ണം ഉണ്ടാവില്ല എക്സ്ട്രാ. 2 എണ്ണല്ല, 1 എണ്ണം എക്സ്ട്രാ ഉണ്ട്. ഇതിപ്പോ കൂട്ടി 2 എണ്ണായി. പക്ഷെ കുഴപ്പമില്ല, അത് ചീത്തയാകുമ്പോ ഇത് ഉപയോഗിക്കാത്. അടുത്ത 2ാമത്തെ ഗിഫ്റ്റ് വേണ്ടായിരുന്നു. കൊറേ ഗിഫ്റ്റ് ഉണ്ട് കേസ്. ഇതിപ്പോ 1, ഇത് 2ാമത്തേത്. എന്നെ എപ്പോഴും സന്തോഷപ്പെടുത്ത കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാട്ടാ. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നുമില്ല. ഇതിന് എത്ര രൂപയാടാ? പൈസ ചോദിക്കാൻ പാടില്ലെന്നും പറയില്ല. കൊള്ളാല്ലേ, രസമുണ്ട് അല്ലേ? എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് മതി. ചിലപ്പോ ഒരു പൂവൊക്കെ ആയിരിക്കും. അമ്മ എങ്ങനെയുണ്ടാമ്മ? ഇഷ്ടായ? എനിക്ക് കണ്ടില്ലല്ലോ. ഇത് വലുതാവാൻ വഴിയുണ്ട്. ഇതിങ്ങനെയല്ല ഇവിടെ ഇടേണ്ടത്. വലുതാണ്ടാ. താങ്ക് യു. അവസാനത്തെ 2 ഗിഫ്റ്റ് കഴിഞ്ഞില്ല. 2 കൂടി വാങ്ങിയിട്ടുണ്ട്. മടക്കി വെച്ചതാക്കി 2 ഡ്രസ്. അയ്യോ, ഇവനെ കൊറേ നേരത്തെ വന്നതാ. ഒരു 5:30 എപ്പോഴും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പപ്പേനെ അമ്മേനെ കുട്ടി പുറത്തു പോയിട്ട് കേക്ക് മുറിക്കാൻ പോയി. അപ്പോഴാണ് ഇവൻ വരുന്നത്. ഇവൻ നേരത്തെ വരുമെന്ന് ഓർത്തത് ഞാൻ. അപ്പൊ ഞങ്ങള് പുറത്തു പോയേക്കായിരുന്നു. അത് കാരണം ഇവൻ കൊറേ നേരം റോട്ടിൽ പെട്ടു. എനിക്ക് ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ട്, കൊള്ളാം. പക്ഷെ ഇതിന്റെ ഫ്രണ്ട് എവിടെയാണ്? നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ? എനിക്കുണ്ട് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ. ഇവൻ പക്ഷെ നാട്ടിലായിരിക്കും, ഞാൻ പക്ഷെ പുറത്തായിരിക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ടീഷർട്ട് കറക്റ്റാ, മറ്റേത് എനിക്ക് ഇത്തിരി ലൂസ് ആവും തോന്നുന്നുണ്ട്. ഇത് കുഞ്ഞു ഏതാ ഇഷ്ടായേ? നല്ല പൈസ കളഞ്ഞു അല്ലേ? പൈസ നമ്മൾ റിവീൽ ചെയ്യും. അതെ, ലാപ്പ് മേടിച്ചോണ്ട് അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി മെയിൽ ഓപ്പൺ ആക്കാനും അതുപോലെ കുറേ ആപ്സ് കയറ്റാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഡിലേ ആയി. ഇവനാണെങ്കിൽ മറ്റേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ മുറിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാ. എൻ്റെ ഫോണിന് എന്നെ ഭ്രാന്ത് പിടിച്ചു നോക്കൂ. ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ ദൈവമേ. അങ്ങനെ വാ, ആ ഫാൻ ഓഫ് ചെയ്തിട്ട് തീർത്തിട്ട് ഇതിന് എൻഡ് പറയണം. നേരത്തെ മഴ ഇത്ര നേരം വീഡിയോ എടുക്കണ നേരത്തെ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മയുടെ എക്സ്പ്രഷൻ എടുക്കണേ. തേങ്ങയാണത്. ഇതാരും ഓണാക്കി? ഓണാക്കാൻ പറയുമ്പോ ആ സാധനം ഓണാവൂല. അപ്പൊ നമ്മുടെ പ്രീ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് എൻഡ് ആവാണ്. അപ്പൊ ഇന്നത്തെ ദിവസം അത്യാവശ്യം ബിസി ആയിരുന്നു. ഇത്രയൊന്നും ആഘോഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പപ്പയുടെ അമ്മയുടെ അതുപോലെ തന്നെ ഇവന്റെ ആ ഒരു എഫേർട്ട് ഞാൻ ഭയങ്കരമായിട്ട് മാനിക്കുന്നു. പിന്നെ ഇവൻ മേടിച്ചെന്ന 2ാമത്തെ ഡ്രസ്സാണിത്. അതുപോലെ ഈ ഡ്രീം കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമൊക്കെ എടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ ചെയ്യുക, ക്ലിപ്പ് ഓണല്ലായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഫോണ് വരെ മടുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ടേസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നാലും പിന്നെ ഇനി നിങ്ങളെ ഒരു സാന്നിധ്യത്തിൽ ആവാൻ വേണ്ടി ഞാൻ വീണ്ടും കഴിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് മധുരത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ശരിക്കും കേക്ക് കൊള്ളാം, നല്ല മധുരമുണ്ട്, നല്ല ചോക്ലേറ്റിന് ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുണ്ട്. ഒരു ചോക്ലേറ്റ് സാധനം കഴിക്കുന്ന പോലെ ഉണ്ട്. മീൻസ് ഭയങ്കര മധുരം എന്നല്ല, എനിക്ക് മധുരം ഇഷ്ടമല്ല ബേസിക്കലി. ഇവനൊക്കെ കഴിച്ചതാ. പിന്നെ അവൻ കൊണ്ടുവന്നുകൊണ്ട് ഇനി ബർത്ത്ഡേ കേക്ക് എന്നോട് ചെയ്യുന്ന ദ്രോഹമാണത്. എനിക്ക് മധുരം ഇഷ്ടം. ചെറുത് എൻ്റെ വായിൽ വെക്കാണ്ട് അമ്മ തിന്നു നോക്ക്. അമ്മയ്ക്ക് മധുരം ഇഷ്ടമാണ്, നീ ഇത് നോക്ക്. അപ്പോൾ ബൈ ഗൈസ്. ഇനി നമുക്ക് ഇതുപോലത്തെ വേറെ വ്ളോഗുകളായിട്ട് വരാം കേട്ടോ. ബൈ.